അപ്പോൾ വെൽക്കം ബാക്ക് ഷെഫ് ലിഷൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്ന കിടക്കാച്ച റെസിപ്പിയാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ വന്നത് കിട്ടില്ലൊരു സോയാബീനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആദ്യം നമുക്ക് കുറച്ച് സോയാബീൻ ഒരു കിലോ സോയാബീൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ബോയിൽ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ സോയാബീൻ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് സോയാബീൻ ഇട്ട് ഇതുപോലെ ബോൾ പൊങ്ങി വരുന്നവരെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അടുത്ത് നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളിയില്ലേ, നമ്മൾ ഉരുളി അങ്ങ് ഗ്യാസിലോട്ട് അങ്ങ് കയറ്റിയ ശേഷം അതിലേക്ക് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കടുക് അങ്ങോട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും എല്ലാം കൂടെ എടുക്കുന്ന പിടിയും കൂടെ കുടിക്കുക. അപ്പോൾ നമ്മൾ ചെറുതായി കട്ട് വെച്ച് നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ജിഞ്ചറും ഗാർലിക്കൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്ന സമയത്ത് അടുത്ത് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ പീസ് സവോള ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുക, സ്ലൈസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ സവോളയും കൂടെ ചേർത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവോള ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന നല്ലപോലെ ഒന്ന് വഴറ്റുക. അപ്പോൾ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സവോള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സവോളയും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തേ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞ പച്ചമുളക് ഒരു 4 പച്ചമുളക് കൂടി ഇതിൽ ചെറുതായി കട്ട് ചെയ്ത് 4 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പച്ചമുളക് ചേർത്ത് നല്ലപോലെ നമ്മുടെ ഇതും വഴറ്റിയെടുക്കുക. അടുത്ത നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല കൂടുതൽ ഇടേണ്ടതാണ്. ആദ്യമായി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അളവുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കയറി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം മസാലകളെല്ലാം ഇട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ മസാല ഇടുമ്പോൾ സമയത്ത് നമ്മുടെ ഗ്യാസ് ഫയർ അല്പം കുറച്ച് വെച്ചേക്കുക, അല്ലെങ്കിൽ നമ്മുടെ മസാല കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫയർ കുറച്ച് വെച്ച ശേഷം നമ്മൾ മസാല ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. അതുകൊണ്ട് അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് ജസ്റ്റ് നമ്മുടെ മസാല ഒന്ന് ഒരു ഗ്രേവി ആക്കുക. അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെ മസാല ഒന്ന് ഗ്രേവി ആക്കി നല്ലപോലെ ഒന്ന് ആ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചെടുക്കുക. മസാല ജസ്റ്റ് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചാൽ നമ്മുടെ സോയാബീൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു 1 കിലോ ഉണ്ട് കേട്ടോ, 1 കിലോ അടുത്തുണ്ടെന്ന് തോന്നുന്നു നമ്മൾ സോയാബീൻ വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ മസാലയിലോട്ട് ചേർത്ത് നമ്മുടെ സോയാബീൻ നല്ലപോലെ ചേർത്ത് നമ്മുടെ സോയാബീനിലേക്ക് ആ മസാല എല്ലാം പിടിപ്പിച്ച് വെച്ചേക്കുക. അതുകൊണ്ട് അടുത്ത് നമുക്ക് കുറച്ച് മസാലക്കൂട്ടും കൂടെ ഉണ്ട്. നമ്മൾ അതിൻ്റെ പൊക്കത്തേക്ക് അല്പം ഗരം മസാലയും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അല്പം പെരുംജീരകം പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതും എല്ലാവരും കയറി നോക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ ഈ പെരുംജീരകവും ഗരം മസാലയും കൂടെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മുടെ സോയാബോളോട്ട് അങ്ങ് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗരം മസാല, നമ്മുടെ ജീരകമൊക്കെ പെരുംജീരകമൊക്കെ ഇത് പിടിച്ച് നല്ല കിടുക്കം മണം അടിച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ അല്പം ടൊമാറ്റോ കച്ചപ്പ്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് ജസ്റ്റ് ഒരു ചെറിയൊരു മധുരത്തിന് ചെറിയൊരു പുളിക്കും വേണ്ടിയാണ്. അതിനുശേഷം അതിൽ അല്പം മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചാൽ മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് നേരെ ഒരു സർവിങ് പ്ലേറ്റ് എടുത്ത് അതിലേക്കൊരു വാഴയില ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ശേഷം നമ്മുടെ സോയാ ബോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കാം. നമ്മുടെ സോയാ ബോൾ കറി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ കിടുക്കം മണം ഒരു രക്ഷയിൽ അടിപൊളി ഐറ്റാണ്. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മല്ലിയിലയുടെ ചെറിയൊരു ഇലയും കൂടെ വെച്ച് ഇങ്ങനെ ഗാർണിഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ ഐറ്റം, നമ്മൾ ടൊമാറ്റോ കച്ചപ്പൊക്കെ കിടുക്ക സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികൾക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ സൈനിങ് ഓഫ് ഷെഫ് ലിഷൻ.